ഹായ് ഹലോ ഫ്രണ്ട്സ്. പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് മുംബൈയിലേക്ക് പോയ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നയനമോളെ ഒന്ന് സമാധാനിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ കനക അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ, അനന്തപുരിയിലേക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നവ്യയുടെ അതിര് കടന്നുള്ള സംസാരവും പ്രവൃത്തിയൊക്കെ കണ്ട് കലി വന്നിട്ട് തന്നെ കനക എല്ലാ സത്യങ്ങളും നവ്യയോട് തുറന്നു പറയുകയാണ്. അങ്ങനെ സന്തുകളുടെ അച്ഛൻ നബിയാണെന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ നവ്യ തിരിച്ചറിയുകയാണ്. നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ തന്നെ അബി അവിടുന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മളിവിടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആദർശ് അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീലുകളൊക്കെ ഉറപ്പിക്കാനായിട്ട് മുംബൈയിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നാൽ ആദർശ് വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അബിക്കും ജലജയ്ക്കും നല്ല മുട്ടം പണി തന്നെ നമ്മുടെ ദേവേനെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ നമ്മുടെ നവ്യ കാണുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് മുംബൈക്ക് പോയതിന് ശേഷം നവ്യ അബിയെ റൂമിലിട്ട് കുടയുകയാണ്. നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ അമ്മയൊക്കെ ഇത് എന്ത് ഭാവിച്ചാ? നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവിടുത്തെ അടിമകളെ പോലെയാണല്ലോ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് പറഞ്ഞാലും അതൊക്കെ നിങ്ങൾ എന്തിനാ അനുസരിക്കാൻ നിൽക്കുന്നേ? ഞാനെല്ലാം കാണുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകാതെയൊന്നുമല്ല. ഇന്ന് രാവിലെയും നിങ്ങൾ അമ്മയും മോനും കിടന്ന് എന്തൊക്കെ പണിയായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? മുറ്റം അടിച്ച് തെളിച്ചതും വീടിനകം മുഴുവൻ വൃത്തിയാക്കിയതും അതുപോലെ തന്നെ സ്റ്റോർ റൂമിലുണ്ടായിരുന്ന വിളക്കൊക്കെ അമ്മായി നിന്നെ കൊണ്ട് വൃത്തിയാക്കി വെപ്പിച്ചതും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. അല്ല, നിനക്ക് നിന്റെ അമ്മയ്ക്കും ഇത് എന്താടാ പറ്റിയത്? എനിക്ക് അതാ അങ്ങോട്ട് മനസ്സിലാകാത്തത്. അല്ല, അവർ ഈ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എന്തിനാ തുള്ളാൻ നിൽക്കുന്നത്? നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അബി എന്നൊക്കെ നവ്യ പറയുക കേട്ടോ. ആ നയനി അവളുടെ അമ്മായിമ്മയൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ അച്ചട്ടത് അനുസരിക്കുന്നുണ്ടല്ലോ. എന്താ ഈ പണിയൊക്കെ അവർക്കും ചെയ്തൂടെ? നിങ്ങളെ കൊണ്ട് തന്നെ ഈ പണിയൊക്കെ ചെയ്യിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവർ പറയുന്നതെല്ലാം അച്ചട്ടായിട്ട് നിങ്ങളിങ്ങനെ അനുസരിക്കുന്ന കാണുമ്പം എനിക്ക് നിങ്ങളിൽ ചെറിയ സംശയമൊക്കെ ഉണ്ടെന്ന് പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും അബിക്ക് അങ്ങ് ഞെട്ടലാവുകയാണ്. അങ്ങനെ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അങ്ങനെ നീ സംശയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെയുള്ള പട്ടിപ്പണികളൊക്കെ എടുപ്പിക്കുന്നത്. നിന്റെ മുമ്പിലിട്ട് ഞങ്ങളിങ്ങനെ നെട്ടോട്ടം കറക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവളുടെ അമ്മായിമ്മയൊക്കെ കൂടിയിട്ട് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ പിന്നെ നീ ഞങ്ങളെ സംശയിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇനിയിപ്പോൾ ചന്തമോളുടെ കാര്യങ്ങൾ എന്തെങ്കിലും ഇവൾ എടുത്തിടുമോ എന്നൊക്കെയുള്ളൊരു പേടിയിൽ ഇങ്ങനെ അബി വിറച്ചിരിക്കുകയാണ്. എന്നിട്ട് അബി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു, എന്താ നവ്യ, എന്താ നിന്റെ മനസ്സിൽ സംശയം എന്നിങ്ങനെ അബി ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അല്ല അബി, നീ നിന്റെ അമ്മയെ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ നിങ്ങളിങ്ങനെ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി നീ നിന്റെ അമ്മയൊക്കെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലേ അത് പുറത്തുള്ള ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അവർ നിങ്ങളിങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് നിങ്ങളെ രണ്ടുപേരും നന്നായിട്ട് അറിയാവുന്നതല്ലേ. അങ്ങനെ എന്തെങ്കിലും കുരുട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലെന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സംശയിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അയ്യോ നവ്യേ, അത് അങ്ങനെയൊന്നും അല്ല. നീ പറഞ്ഞതിലൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ ഇതിനോടകം തന്നെ എത്ര പ്രാവശ്യം നിന്നോടത് പറഞ്ഞു. ഇവിടെ ഉള്ളവരൊക്കെ എന്നെ എൻ്റെ അമ്മയെ ഒരു അടിമയെ പോലെയാണ് കാണുന്നത്. ഞങ്ങൾ എങ്ങനെയിട്ട് പന്ത് തട്ടുന്നത് നീയും കാണുന്നതല്ലേ. ഇനിയിപ്പോൾ അവർ പറയുന്നൊന്നും അനുസരിക്കാൻ നിന്നില്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള മാർഗം അവർ നോക്കും. അങ്ങനെ നീർപ്പൊകഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് പോലും. അതിനൊരവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുന്നതല്ലേ നവ്യ നല്ലത്. അങ്ങനെ എല്ലാം പെട്ടെന്ന് ഒരു ദിവസം ഇട്ടെറിഞ്ഞച്ച് പോകാനുള്ളൊരു സിറ്റുവേഷനിലല്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും ക്ഷമിച്ചും ഒക്കെ നിൽക്കാനേ നിവർത്തിയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നബി, അതിനിവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണമെന്ന് എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇവിടുന്ന് മാറി താമസിക്കാൻ നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞു നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും മാറി താമസിക്കാമെന്ന്. വേറൊരു വീട്ടിലോട്ട് വാടകയ്ക്ക് നമുക്ക് താമസം മാറാവുന്നല്ലേ ഉള്ളൂ. വീടിൻ്റെ വാടക കൊടുക്കാനും മറ്റു ചിലവിനുള്ള പൈസയൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് ഇവരുടെ വായിലുള്ളതും കേട്ട് അടിമപ്പണി ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് വാടക വീടെങ്കിൽ വാടക വീട് അങ്ങോട്ടേക്ക് മാറുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ നവ്യ പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് നവ്യെ, ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് മാറി താമസിക്കാൻ പറ്റില്ല. നിനക്കറിയാമല്ലോ ഇവിടുത്തെ ഷെയറിൽ നമുക്കും ഒരു വിഹിതമുള്ളതാണ്. അത് തന്നെ കോടികളുടെ ആസ്തി ഉണ്ടാകും. അങ്ങനെ നമ്മൾ എല്ലാം പെട്ടെന്ന് ഇട്ട് എറിഞ്ഞിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു പൈസ പോലും കിട്ടാൻ പോണില്ല. അങ്ങനെ ആർക്കെങ്കിലും തരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും നിന്റെ അനീതിയും ആദർശമൊന്നും അതിന് സമ്മതിക്കില്ല. ഇത്രയും നാളും അതൊക്കെ കിട്ടുമെന്ന് മോഹിച്ചിരുന്നതല്ലേ. പെട്ടെന്നൊരു ദിവസം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞിച്ച് വരാൻ എനിക്കും ആവില്ല. അതുപോലെ തന്നെ അവന്തിക, ഇനി അവളുടെ കല്യാണം ഉടനെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മാന്യമായിട്ട് അവളുടെ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിലേ ഇവിടെ തന്നെ നിന്നാലേ പറ്റുള്ളൂ. അല്ലാതെ നിനക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം അവളെ കെട്ടിച്ചയക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ഉടനെ നവ്യ പറയുന്നുണ്ട്, അതിന് നീ എന്തിനാ അവന്തികയെ ഓർത്ത് സങ്കടപ്പെടുന്നേ? അവളിപ്പോൾ കൂറുമാറി നടക്കുകയല്ലേ ചെയ്യുന്നത്. അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ കൂടെ തന്നെ അവൾ നിൽക്കുമെന്നാ. എന്നാൽ വന്ന പാടെ അവൾ കാലുമാറിയത് കണ്ടില്ലേ?
അവരുടെ സൈഡ് നിന്നോണ്ടല്ലേ അവളിപ്പോൾ സംസാരിക്കുന്നത്. പോരാത്തതിന് നിന്നെ നിന്റെ അമ്മയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ അവളെ ഇവർ തന്നെ കെട്ടിച്ചയക്കുകയൊക്കെ ചെയ്തോളും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല അബി. തൽക്കാലം നീ നമ്മുടെ കാര്യം മാത്രം ഇപ്പം നോക്കിയാൽ മതിയെന്ന് നവ്യ പറയുകയാണ്. അബി പറയുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒന്നും ഇവിടെ വിട്ടേച്ചിറങ്ങി വരാൻ പറ്റില്ല. മുത്തശ്ശൻ്റെയും ആദർശൻ്റെയും ഒക്കെ തകർച്ച കാണാതെ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് ഒട്ടും തന്നെ മനസ്സില്ല. മുത്തശ്ശൻ കെട്ടിപ്പടുത്ത ഈ ഒരു സാമ്രാജ്യവും ഈ തറവാടും എല്ലാം തകർന്നടിയെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതൊന്നും കാണാതെ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. എടാ, നീ അതിനിപ്പോൾ എന്ത് ചെയ്യാനാ പോകുന്നത്? നിന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ അവർക്കൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയത്. ഇപ്പം എൻ്റെ ഫോട്ടോയാ പത്രത്തിലും മാഗസീനിലും എല്ലാം. അനന്തപുരിയിലെ മരുമകളാണ് എൻ ജ്വല്ലറിയിലെ പരസ്യത്തിൽ അഭിനയിക്കുന്നതെന്ന് പറയുന്നത് തന്നെ അവർക്ക് വലിയൊരു നാണക്കേടാണ്. ഇതിലും വലിയൊരു തിരിച്ചടി അവർക്ക് കിട്ടാനുണ്ടോ? അവരുടെ ബിസിനസ്സിന് തകർച്ച ആരംഭിച്ചു കഴിഞ്ഞു. അതൊന്നും കാണുന്നത് ഇവിടെയുള്ളവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ അനിയത്തിയും അവളുടെ അമ്മായിയമ്മയും മൂർത്തിമുത്തശ്ശനും എല്ലാവരും ഇതിനെ എതിർക്കുന്നുണ്ട്. അതൊന്നും നീ മൈൻഡ് ചെയ്യുകയേ വേണ്ട. നിന്റെ തീരുമാനങ്ങളിൽ നീ ഉറച്ചു തന്നെ നിൽക്കണം. ഇതിൻ്റെ പേരിൽ എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും നീ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കണം നവ്യേ. എനിക്ക് പലപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നീ അതിനൊന്നും കാത്തു നിൽക്കരുത്. നീ നിന്റെ തീരുമാനങ്ങളിൽ മുമ്പോട്ട് പൊയ്ക്കോണം. ഇവിടെ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നെന്ന് പറഞ്ഞാലും നീ അതിൽ നിന്നൊന്നും പിന്മാറാനേ നോക്കരുത്. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ചന്തുമോളുടെ കാര്യം പറഞ്ഞ് എന്നെ നിന്നെയും കൂടെ തെറ്റിക്കാനായിട്ടാണ് ഇവിടെയുള്ളവർ നോക്കുന്നത്. അവർക്കും അറിയാം എൻ്റെ സമ്മതത്തോടെയാണ് നീ എൻ ജ്വല്ലറിയിലെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്നെയും നിന്നെയും തെറ്റിക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട്. അതൊന്നും കേട്ട് നീ വിശ്വസിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്നിങ്ങനെ അവ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഇല്ലടാ, അങ്ങനെ ഞാൻ നിന്നെ ഇനി അവിശ്വസിക്കത്തൊന്നുമില്ല. എനിക്കറിയാം ഈ വീട്ടിലുള്ളവരുടെ സ്വഭാവമൊക്കെ ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇനി അവർ നിന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ അവർക്ക് നല്ല മറുപടി തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ നിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് പറഞ്ഞ് അവർ വന്നാലേ അതിന് തക്കതായ തെളിവ് ഞാൻ ചോദിക്കും. ആ തെളിവുകൾ കാണിച്ചാൽ മാത്രമേ ഞാനത് വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ നിന്നെ ഞാൻ ഇനി അവിശ്വസിക്കത്തില്ല. അതോർത്ത് നീ പേടിക്കേണ്ടെന്നും നവ്യ അബിയോട് പറയുകയാണ്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. ആദർശ് ഇപ്പോൾ മുംബൈയിലോട്ട് പോയിരിക്കുകയാണല്ലോ അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഡീലൊക്കെ ഉറപ്പിക്കാനായിട്ട്. ആ ഡീലൊന്നും നടക്കരുത്. അവിടെ അവൻ തോറ്റു തുന്നമ്പാടി തിരിച്ചു വരണം. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ ഷെയറും ഇടിയണം. എല്ലാ ഓഹരികളിലും നഷ്ടം വരണം. അവസാനം കമ്പനി അടച്ചു കൂട്ടുന്ന അവസ്ഥ തന്നെ വരണം. മൂർത്തീസ് ജ്വല്ലറിയുടെയും അനന്തപുരി തറവാടിൻ്റെയും എല്ലാ പ്രൗഢിയും പ്രശസ്തിയും നഷ്ടമാകണം. അങ്ങനെ എല്ലാവരും കണ്ണീരിലാകണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ ആദർശ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ മുംബൈക്ക് പോയിരിക്കുന്നതും. അവിടുത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇവിടെ നിന്നോട് തന്നെ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശിന് കാര്യമായിട്ട് അവിടെ പണിയെടുക്കേണ്ടി ഒന്നും വരുന്നില്ല കേട്ടോ. അവിടെ ചെന്ന് ലാൻഡ് ആയതിനു ശേഷം നയനെ വിളിച്ചിട്ട് ആദർശ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുമുണ്ട്. അങ്ങനെ ആ ഒരു പ്രോജക്റ്റ് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടാതെ വരരുത്. അത് നമുക്ക് കിട്ടാതെ എൻ ജ്വല്ലറിക്കാണ് കിട്ടുന്നതെങ്കിൽ അത് നമുക്കുണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഇപ്പം നിലവിൽ മൂർത്തീസ് ജ്വല്ലറി കുറച്ച് ഡൗൺ ആയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു പ്രോജക്റ്റും കൂടെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് താഴോട്ട് പോകും. ബിസിനസ്സിലൊക്കെ നല്ല കുറവുണ്ടാകും. അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ പ്രൗഢിയും നഷ്ടമാകും എന്നൊക്കെ ഉള്ളത് മുത്തശ്ശന് അറിയാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും കാര്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇവിടെ നടത്തുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ചതിയിലൂടെ അല്ലാതെ നാഗേന്ദ്രയ്ക്ക് ഈ ഒരു പ്രോജക്റ്റ് കൈവശപ്പെടുത്താനാവില്ല. കാരണം മൂർത്തീസ് ജ്വല്ലറിക്ക് കുറേ വർഷത്തെ പാരമ്പര്യമുണ്ടല്ലോ. തന്നെയുമല്ല ഇതുപോലുള്ള എല്ലാ ഡീലുകളും ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ ജ്വല്ലറിയേക്കാളും ഒരുപടി മുമ്പിൽ നിൽക്കുന്നത് മൂർത്തീസ് ജ്വല്ലറി തന്നെയാണെന്നുള്ളത് നാഗേന്ദ്രനും അറിയാം. പക്ഷേ അവിടെയും എന്തെങ്കിലും ഒരു ചതിയിലൂടെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് നാഗേന്ദ്രനും. ഇനിയിപ്പോൾ എൻ ജ്വല്ലറിക്ക് തന്നെ ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിലും അത് ആദർശിൻ്റെ കൈകളിലേക്ക് എത്താൻ പാടില്ല. മൂർത്തീസ് ജ്വല്ലറിക്ക് അത് കിട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടുള്ള കളികളുമൊക്കെ നാഗേന്ദ്രൻ അവിടെ കളിക്കാൻ നോക്കുകയാണ്. മൂർത്തി മുത്തശ്ശൻ്റെ കഴിവും പ്രാപ്തിയുള്ള കൊച്ചുമോനാണെന്നും പറഞ്ഞാണല്ലോ ആദർശിനെ മൂർത്തീസ് ജ്വല്ലറിയുടെ എംഡി ആക്കി ഇരുത്തിയിരിക്കുന്നത്. അവനെ ഇവിടെ തോപ്പിക്കണം, അത് മാത്രമാണ് ലക്ഷ്യം. ഇനിയിപ്പോൾ ആ ഒരു പ്രോജക്റ്റ് കിട്ടിയില്ലെങ്കിലും അവനെ ഇവിടുന്ന് തോപ്പിച്ച് പറഞ്ഞയക്കാൻ പറ്റിയ അത് നമുക്കൊരു നേട്ടമാണെന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ അവന്തികയോട് ഫോണിൽ കൂടെ പറയുകയാണ്. അതേസമയത്ത് ആദർശാണെങ്കിലും എല്ലാ ഒരുക്കങ്ങളോടും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ഇടിവ് കാരണം എല്ലാവർക്കും തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആദർശിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശ് രണ്ടും കൽപ്പിച്ച് ഇവിടെ വിജയിച്ചേ മടങ്ങുള്ളൂ എന്നുള്ളൊരു മട്ടിലാണ്. അതുകൊണ്ട് തന്നെ നയനെ വരച്ച് കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസും മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസിൻ്റെയും കുറേ കളക്ഷനും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് പോകുന്നതും. ഒരു വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കാതെ നേരായ മാർഗത്തിലൂടെ തന്നെ ഈ പ്രോജക്റ്റ് നമ്മുടെ കൈകളിലേക്ക് തന്നെ എത്തണം എന്നുള്ളൊരാഗ്രഹം ആദർശിൻ്റെ മനസ്സിൽ വല്ലാണ്ടുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് കേട്ടോ അവന്തിക.
പൂജ ചെയ്യുന്ന സമയത്തും ആദർശ് ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പോലും ഇയാൾ പോകുന്ന കാര്യങ്ങളൊന്നും നടക്കല്ലേ, തോറ്റു തുന്നമ്പാടി ഇയാൾ തിരിച്ചു വരണേ, എൻ്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാവുള്ളൂ, ആ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റ് എൻ്റെ അച്ഛന് കിട്ടണമെന്നൊക്കെയാണ് നമ്മുടെ അവന്തിക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനന്തപുരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ നാഗേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അവന്തിക. അപ്പോഴേക്കും നാഗേന്ദ്രൻ അവന്തികയോട് പറയുന്നുണ്ട്, ആ അവനങ്ങോട്ടേക്ക് വരട്ടെ മോളെ, ഇനിയിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് അവന് നേടിയെടുക്കാൻ കഴിഞ്ഞാലും അതോർത്ത് മോള് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോജക്റ്റ് കിട്ടിയതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ പതനം കണ്ടിട്ടല്ലേ നമ്മളിനി അടങ്ങിയിരിക്കുകയുള്ളൂ. അതിനുള്ള തുറപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നവ്യ നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നവ്യ 2 വർഷത്തേക്കുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ 2 വർഷക്കാലവും അവൾ തന്നെയായിരിക്കും നമ്മുടെ കമ്പനിയിലെ മോഡല്. അതുകൊണ്ട് അവളെ വെച്ചിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്ന പരസ്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും മൂർത്തിസ് ഗ്രൂപ്പ് ഇനിയും ഇടിയത്തേ ഉള്ളൂ. അതിന് ഇടിഞ്ഞിടിഞ്ഞ് അതിൻ്റെ ഷെയറുകളെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനം കമ്പനി തന്നെ അടച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ മോളോട് നേരത്തെ തന്നെ സൂചിപ്പിച്ചായിരുന്നല്ലോ, പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ ഇവർ തന്നെയാണ് ഇപ്പോഴും ഒന്നാമത്. കുറേ നാളത്തെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരുപടി മുന്നിൽ തന്നെയാണ് അവർ. എന്തായാലും നമുക്ക് നോക്കാം, അവനിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ, എന്തായാലും നമുക്ക് നോക്കാം മോളെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവന്തിക ഫോൺ വെച്ചതിന് ശേഷം നാഗേന്ദ്രൻ നേരെ വിളിക്കുന്നത് ഡേവിഡിനെ ആയിരിക്കും. ഡേവിഡാണ് കേട്ടോ നാഗേന്ദ്രൻ്റെ പകരം മുംബൈയിലേക്ക് പോയിട്ടുള്ളത്. ഡേവിഡിനോട് കാര്യങ്ങളൊക്കെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. ആദർശ് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു പ്രോജക്റ്റ് അവൻ സ്വന്തമാക്കാൻ നോക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് നഷ്ടമാകുമോ സാറേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊരു പ്രോജക്റ്റ് മാത്രമല്ലേ, ഈ ഒരു പ്രോജക്റ്റ് അവൻ നേടിയെടുത്താലും നമുക്കിനിയും അവസരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് തിരിച്ചടിക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നഷ്ടമായാലും നമ്മൾ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇനി അങ്ങോട്ടേക്ക് മൂർത്തിസ് ജ്വല്ലറിയുടെ പതനമായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളികളൊക്കെ കളിക്കുന്നത്. എന്തായാലും താനവിടെ കുറച്ച് അലേർട്ടായിരിക്കണം. ഒരു കാരണവശാലും ജ്വല്ലറിയുടെ MD ഞാനാണെന്നുള്ള കാര്യം അവനറിയാൻ പാടില്ല. അവനറിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ കളികളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താൻ കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെ നമ്മുടെ നാഗേന്ദ്രൻ ഡേവിഡിനോട് വിളിച്ച് പറയുകയാണ്. ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മുടെ കമ്പനി തന്നെയല്ലേ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഷെയറൊന്നും ഇനി ആരും കൊണ്ടുപോകത്തില്ല. അതോർത്ത് താൻ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കമ്പനിക്ക് ഇനി അങ്ങോട്ടേക്ക് വെച്ചടി കയറ്റുമായിരിക്കും. അല്ലെങ്കിൽ താൻ നോക്കിക്കോ, അനന്തമൂർത്തിയുടെ കൊച്ചുമോനെയും തറ പറ്റിക്കണം. അനന്തമൂർത്തിയുടെയും മൂർത്തിസ് ജ്വല്ലറിയുടെയൊക്കെ സർവനാശമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാഗേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം നാഗേന്ദ്രൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മൂർത്തിസ് ജ്വല്ലറിയും മൂർത്തിസ് ഗ്രൂപ്പും എല്ലാം തകർന്ന് തരിപ്പണമാകും. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അവിടുന്ന് ആട്ടി ഇറക്കി വിട്ടതല്ലേ ആ കിളവൻ. അയാളും അയാളുടെ കൊച്ചുമോനൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത്ര പെട്ടെന്നൊന്നും ഞാൻ ആ വേദനകളൊന്നും മറന്നിട്ടില്ല. എന്നെ അപമാനിച്ചതിനും ആട്ടി ഇറക്കി വിട്ടതിനുമൊക്കെ ഇനി അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നാഗേന്ദ്രൻ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നയനയും ദേവയാനിയൊക്കെ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ടേക്ക് നമ്മുടെ നവ്യ ഇറങ്ങി വരികയാണ്. നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ജലജ പറയുന്നുണ്ട്, മോള് ഭക്ഷണം കഴിച്ചോ, ബാ ഇരിക്കുക, അമ്മ മോക്ക് വിളമ്പി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യനെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അബിയും വരുന്നുണ്ട്. അന്നേരം അബി ആദ്യമൊക്കെ മടിച്ച് നിന്നെങ്കിലും നവ്യ അബിയെ പിടിച്ചിരുത്തുകയാണ് കേട്ടോ അവിടെ. അപ്പോഴേക്കും ദേവയാനി അബിയോട് ചോദിക്കുന്നുണ്ട്, അബി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പം ഫുഡ് കഴിക്കരുതെന്ന്? ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ച് പോയതിന് ശേഷം മാത്രമേ നീ നിൻ്റെ അമ്മയും ഫുഡ് കഴിക്കാവുള്ളൂ എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അതനുസരിക്കാൻ നിനക്ക് പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെന്താ അബിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ എന്താ പറ്റുന്നത്? എന്തായാലും ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മായിമ്മയല്ലേ, അതുകൊണ്ട് അബി എൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചോട്ടെ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഫുഡ് കഴിക്കാവുള്ളൂ എന്ന് നിയമമൊന്നുമില്ലല്ലോ. ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പം വെച്ച് വിളമ്പുന്നതേ ഇവൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ഇവൻ ഇരുന്ന് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് എഴുന്നേറ്റ് പോകാം. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടേ എഴുന്നേൽക്കുന്നുള്ളൂ. നീ ഇരിക്കും അബി, നിന്നെ ആരെ ഇവിടുന്ന് എഴുന്നേപ്പിച്ച് വിടാൻ പോകുന്നതെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ആഹാ അത്രയ്ക്കായോ, എങ്കിൽ ഇതിനൊരു അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങിയിരിക്കുകയുള്ളൂ. നിന്നെ ആരെങ്കിലും ഫുഡ് കഴിക്കാതെ ഇവിടുന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിലേ അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ തന്നെ അവർ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പണികളാണ് ഇവിടെ ചെയ്യിക്കുന്നത്. അതൊന്നും പോരഞ്ഞിട്ടാണ് ഈ ഒരു വെറുതിരിവും കൂടെ കാണിക്കുന്നത്. വേണ്ട, ഈ വീട്ടിൽ അങ്ങനെ ഒരു ശീലമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം മാത്രം എന്തിനാ? അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക അബി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അബിയെ പിടിച്ചിരുത്തുകയാണ്. അപ്പോഴേക്കും നയന ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മേ വിട്ട് കളയമ്മേ, അവർ ഫുഡ് കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ.
ഇങ്ങനൊരു സീൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. അവൻ കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ അമ്മേ, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് തന്നെ നമ്മുടെ നയന പറയുകയാണ്. അപ്പോൾ ദേവയാനി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജ അവർക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. നവ്യ ഉടനെ ജലജോട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും ജലജ പറയുന്നുണ്ട്, അയ്യോ മോളെ വേണ്ട, അടുക്കളയിൽ കുറച്ചുകൂടെ പണിയുണ്ട്, ഞാനതൊക്കെ ചെയ്തിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളാം, അതാകുമ്പോൾ സമാധാനത്തോടെ എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ജലജ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ അവി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യ ഉടനെ തന്നെ ഏഞ്ചലുകാരുടെ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ് കേട്ടോ. കാരണം അമേരിക്കൻ കമ്പനിയുമായിട്ടുള്ള ഒരു ഡീൽ ഉറപ്പിക്കാൻ ഏഞ്ചലുകാരുടെ MD പോയിട്ടുണ്ടെന്നുള്ളത് നവ്യക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് ആ പ്രോജക്റ്റ് അവർ തന്നെ നേടിയെടുക്കും. ഇപ്പം മൂർത്തിസ് ജ്വല്ലറിയേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ജ്വല്ലറിക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് അവർക്ക് തന്നെ കിട്ടാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും ആ ഒരു പ്രോജക്റ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അതിനുള്ള മെച്ചം കിട്ടുവാടാ. വലിയൊരു ജ്വല്ലറിയുടെ മോഡൽ എന്നുള്ളൊരു പ്രശസ്തി എനിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നിനക്കും അവിടെ ഒരു ഉയർച്ച ഉണ്ടാകും. ഇനിയിപ്പോൾ ഒന്നുമില്ലാത്തവരാണെന്നും പറഞ്ഞ് നമ്മൾ ആർക്കും അങ്ങനെ തഴഞ്ഞു മാറ്റി ഇടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട ബി, നമ്മുടെ നല്ല കാലം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് നല്ല കാലമാണ്, അതുകൊണ്ടല്ലേ നമുക്ക് ഇതുപോലുള്ള കുറേയധികം ഓഫറുകൾ കിട്ടുന്നത്. എന്തായാലും ഞാൻ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ജ്വല്ലറിക്ക് തന്നെ ആ ഒരു പ്രോജക്റ്റ് കിട്ടണമെന്നൊക്കെ. നീയും അമ്മയും ഒക്കെ ജ്വല്ലറിക്ക് തന്നെ ആ ഒരു പ്രോജക്റ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ നവ്യം പറയുക കേട്ടോ. അപ്പോഴേക്കും ദേവയാനിക്ക് നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നയന ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ ജ്വല്ലറിക്കാരെ പൊക്കി പൊക്കി പറയുന്നത്? ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് ചേച്ചി പരസ്യത്തിൽ അഭിനയിക്കാൻ പോയെങ്കിലും ചേച്ചി ഇപ്പോഴും അനന്തപുരിയിലെ മരുമകൾ തന്നെയാണ്. ആ ഒരു ഓർമ്മ ചേച്ചിക്ക് വേണം. മൂർത്തിസ് ജ്വല്ലറിക്ക് ഇപ്പോൾ ഉണ്ടായി ഈ നഷ്ടം എല്ലാം തന്നെ ചേച്ചിയും കൂടെ കാരണമായതുകൊണ്ടാണ്. ചേച്ചി അവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് ഇത്രയും മാർക്കറ്റിൽ നമുക്ക് ഇടിവുണ്ടായത്. അതുപോലെ തന്നെ 2 വർഷത്തേക്കല്ലേ ചേച്ചി അവരുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി അനന്തപുരിയിലെ മരുമകളാണ് ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇടിവ് സംഭവിച്ചത്. അതുകൊണ്ട് ചേച്ചി അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും ചേച്ചിക്കും ചേച്ചിയുടെ ഭർത്താവിനും ഒക്കെ നല്ലതെന്ന് ഇങ്ങനെ നയനെ പറയുകയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അത് ഒഴിവാക്കണം? ഞാൻ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സമ്മതത്തോടെയാണ്. ഈ വീട്ടിലെ എനിക്ക് അവൻ്റെ സമ്മതം മാത്രം ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമില്ലേ. പിന്നെയും അതിവിടെ പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനാണ് മോഡലിങ്. അതിലെനിക്ക് നല്ലൊരു അവസരം കിട്ടി, ഞാൻ പോയി. ഇഷ്ടംപോലെ കാശും കിട്ടി. എൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കാശ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആരുടെ ഔദാര്യം പിടിച്ചു പറ്റാനൊന്നും ഞങ്ങൾ നോക്കുന്നില്ലല്ലോ. ഞങ്ങൾ നിങ്ങൾക്ക് ആർക്കും ശല്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ഞങ്ങളെ ശല്യം ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് നയനയ്ക്കും ദേവയാനിക്കും നല്ല ദേഷ്യം വന്നിട്ട് അബീനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്. അബി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി കൈ കഴുകിയിട്ട് നവ്യയുടെ പിന്നാലെ പോവുകയാണ്. അപ്പോഴേക്കും തന്നെ ജലജ കിച്ചണിലേക്കും പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് അടുത്ത ഡോസ് ജലജയ്ക്ക് കിട്ടുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ജലജ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ദേവയാനിയും നയനയും കൂടിയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ചേച്ചിയോട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയണം. ദിവസങ്ങൾ ചെല്ലും തോറും ചേച്ചിയുടെ അഹങ്കാരം കൂടിക്കൂടി വരിക. ഇപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ ജ്വല്ലറിക്കാർ ആ ഒരു പ്രോജക്റ്റ് നേടിയെടുക്കണമെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ചേച്ചിയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന്. പാവം ആദർശേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒന്നും തന്നെ ചേച്ചി കാണുന്നില്ല. അവിടെയും ആദർശേട്ടൻ തോറ്റു പോകണമെന്ന് തന്നെയാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. ഇപ്പം ചേച്ചി മൂർത്തിസ് ജ്വല്ലറിയുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിനൊക്കെ വളം വെച്ച് കൊടുക്കാൻ ചേച്ചിയുടെ കൂടെ അവനും ഉണ്ടല്ലോ. അവൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ ചേച്ചി പോകുന്നത്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ ചേച്ചിയോട് പറയാതിരിക്കണം അമ്മേ. കാരണം ചേച്ചിയുടെ പോക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ചേച്ചിയോട് സത്യങ്ങൾ പറയാനും പറയാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയായി പോയല്ലോ അമ്മേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും ദേവാനി പറയുന്നുണ്ട്, അത് തന്നെയാണ് മോളെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. അതുപോലെയാ ഇപ്പം അബിയുടെ അമ്മയും നവിയൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് വിട്ടുകളയുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ചന്തുമോളുടെ മുഖം കാണുമ്പോഴേക്കും ഇവനെ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സത്യങ്ങളൊക്കെ ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ മൂടി മറിച്ച് കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ട് നടക്കാൻ എനിക്കും പറ്റുന്നില്ല മോളെ. പലപ്പോഴും അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ മോളെ ഓർത്തിട്ട് മാത്രമാണ് ഇതൊന്നും അവളോട് പറയാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവളീ കാണിക്കുന്ന അഹങ്കാരത്തിനൊക്കെ അവൾക്ക് നല്ല മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാൻ വരാഞ്ഞിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നയന റൂമിൽ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശം മുംബൈക്ക് പോയ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കനക വിളിക്കുകയാണ് നയനയെ. അന്ന് ദുബായിൽ പോയപ്പോൾ സംഭവിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു പേടി നമ്മുടെ നയനയുടെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കനക ഫോൺ വിളിക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടത്തോടെയാണ് നമ്മുടെ നയന സംസാരിക്കുന്നത്. നയനയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും കനകയ്ക്കും നല്ല വിഷമാവുന്നുണ്ട്.
അത് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ പോലും നവ്യേച്ചി ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. രാവിലെ പോലും നവ്യേച്ചി ഇതുപോലെ മോശമായിട്ട് സംസാരിച്ചു. ആദർശേട്ടൻ തോറ്റ് തുന്നമ്പാടി വരണമെന്നൊക്കെയാണ് നവ്യേച്ചി ഇപ്പം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ചേച്ചി പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എ.എൻ. ജ്വല്ലറിക്ക് തന്നെ ഈ ഒരു പ്രോജക്റ്റ് കിട്ടണമെന്നും എ.എൻ. ജ്വല്ലറി തഴച്ചു വളരണമെന്നാണ് ചേച്ചിയും അഭിയൊക്കെ ആഗ്രഹിക്കുന്നത്. മിക്കവാറും ചേച്ചി ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ ചേച്ചിയോട് സത്യങ്ങളൊക്കെ പറയേണ്ടി വരും അമ്മേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന കനകയോട് പറയുകയാണ്. അങ്ങനെ നയനയുടെ സങ്കടമൊക്കെ കാണുമ്പോഴേക്കും കനക നേരെ അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ. നയനയെ ഒന്ന് കാണാനും അതുപോലെ തന്നെ ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും തന്നെ ആദ്യം കാണുന്നത് അബിയാണ് കേട്ടോ. കനക അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും അബി അമ്മയെന്നും വിളിച്ച് കനകയെ ഒന്ന് സോപ്പിടാനൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് കനക അബിക്ക് നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം ഇവനറിഞ്ഞിട്ടില്ലല്ലോ, എന്നാൽ നല്ല പിള്ളേ ആയേക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ആബി കനകയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ കനകയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ തന്നെ അബിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം തന്നെ കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. ഇത് മനസ്സിലായി കഴിയുമ്പോഴേക്കും പിന്നെ അബി അവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. അങ്ങനെ കനക നേരെ നയനയുടെ മുറിയിലോട്ട് കയറി പോവുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ദേവേനെ എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, കേട്ടല്ലോ, നിന്റെ അമ്മായിമ്മ പറഞ്ഞിട്ട് പോയത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? നന്ദാവനത്തിലുള്ളവർക്കും നീയാണ് ചന്തമുള്ള അച്ഛൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവരെല്ലാവരും ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുക. അവിടെയുള്ളവരും ഇവിടുത്തെ പോലെ തന്നെ ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കൂടുതൽ ചൊടിപ്പിക്കാതിരിക്കുന്ന നല്ലത്. അവളെ എരിവ് കയറ്റി വിടുന്നതൊക്കെ നീയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് തന്നെ അബി നല്ലത്. ഇല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം തന്നെ അവസാനിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊന്നും നീ കൊണ്ടെത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് അബി ഒന്ന് മിരട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ കനക നയനയുടെ റൂമിൽ ചെന്നിട്ട് നയനെ ഒന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആദർശ് ഇവിടെ വിജയിച്ചേ മടങ്ങി വരുവുള്ളൂ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇല്ലേ? പോരാത്തതിന് ഒരുപാട് വഴിപാടും പൂജകളും ഒക്കെ ചെയ്തതല്ലേ. അതുകൊണ്ട് മോളുടെ പ്രാർത്ഥന ഈശ്വരൻ എന്തായാലും കേൾക്കും. മോളുടെ പ്രാർത്ഥന ഈശ്വരൻ തട്ടിക്കളയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും ഇല്ലാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം നയന കനകയോട് നവ്യയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. സത്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ എല്ലാവരെയും പഴിച്ച് നടക്കുന്നതെന്നൊക്കെ പറയുകയാണ്. ഇനിയും ചേച്ചി ഇതുപോലെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ചേച്ചിയെ അറിയിക്കേണ്ടി വരും. ജ്വല്ലറിക്കാരുടെ വശത്ത് ചേർന്ന് നിന്നുകൊണ്ടാണ് ചേച്ചി ഇപ്പം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവിടുന്ന് മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞതാ ആ പരസ്യത്തിലൊന്നും അഭിനയിക്കാൻ പോകരുതെന്ന്. എന്നിട്ടും ആര് പറയുന്നതും വകവയ്ക്കാതെയാണ് ചേച്ചി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അബി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുന്നുണ്ടെങ്കിലും അവൻ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഞങ്ങളുടെ മുമ്പിൽ ചേച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. എന്നിട്ട് ചേച്ചിയെ പ്രോത്സാഹിപ്പിച്ച് വിടുന്നതൊക്കെ ഈ അബി തന്നെയാണ്. അവനാ എല്ലാത്തിനും കാരണം. അതുകൊണ്ട് ഇനി ഈ സത്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലമ്മേ. ഈ വീടും ഈ വീട്ടിലുള്ള എല്ലാവരും തകർന്ന് തരിപ്പണമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ചേച്ചി. അവൻ പറയുന്നതും കാണിക്കുന്നതും മാത്രമാണ് ശരി എന്നും പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഇപ്പം നടക്കുന്നത്. എന്തിനാ അവനിങ്ങനെ നല്ലവനായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്? ശരിക്കും അവൻ്റെ സ്വഭാവം മനസ്സിലാക്കേണ്ടത് നവ്യേച്ചി തന്നെയല്ലേ? നവ്യേച്ചിനെയും കുഞ്ഞിനെയും അല്ലേ അവനിപ്പോൾ ചതിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ അവനെപ്പോലൊരു ദുഷ്ടൻ നമ്മുടെ ചേച്ചിയുടെ ജീവിതത്തിൽ? ഇതിലും ഭേദം ചേച്ചി അവനുമായിട്ട് പിരിയുന്നത് തന്നെയാമേ നല്ലത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലുള്ളവരവരൊക്കെ. അതുകൊണ്ട് അമ്മ ഈ കാര്യങ്ങളൊക്കെ നവ്യേച്ചിയോട് പറയണമെന്നും പറയുകയാണ്. കനകയ്ക്കാണെങ്കിലും ഇതൊന്നും അങ്ങോട്ടേക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം കനക അന്ന് തന്നെ വന്ന് നവ്യയോട് ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ നോക്കിയപ്പോൾ തന്നെ അവനെയും കൊല്ലും ഞാനും ചാവും നോക്കിയാണല്ലോ നവ്യ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കനക മനസ്സോടെ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. കനകയെ കാണുമ്പോഴേക്കും തന്നെ നവ്യ പെട്ടെന്ന് കനകയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മ എന്താ ഇവിടെ? അമ്മ എപ്പോഴാണ് വന്നേ? അമ്മ വരുന്ന കാര്യം പറഞ്ഞേ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും കനക എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ അമ്മയെങ്കിലും ഉണ്ടല്ലോ. ഈ വീട്ടിൽ ആരും എൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കുക പോലും ചെയ്യത്തില്ല. അവയോടുള്ള അതേ വേർതിരിവ് തന്നെയാണ് എൻ്റെ കുഞ്ഞിനോടും കാണിക്കുന്നത്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എന്തുമാത്രം വിഷമമുണ്ടെന്ന് അറിയാവോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അത് പിന്നെ അബിയുടെ കയ്യിലിരിപ്പും അതുപോലെയല്ലേ മോളെ. അബിയും അബിയുടെ അമ്മയൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടല്ലേ ഈ വീട്ടിലുള്ള എല്ലാവരും അവരെ അകറ്റി നിർത്തുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് അബിയെയും അബിയുടെ അമ്മയൊക്കെ ന്യായീകരിച്ച് നവ്യ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ആദർശിനെ നയനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും അബിയെ മാന്യനാക്കി നവ്യ സംസാരിക്കുകയാണ്. കുറേ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കനക അവസാനം പറയുന്നുണ്ട്, മതിയാക്ക്, നിർത്ത്. അബിയെക്കുറിച്ച് നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ശരിക്കും അബി നിന്നെ ചതിച്ചോണ്ടിരിക്കുക, അവൻ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അവനാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നവ്യയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ കനക. അങ്ങനെ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ള കാര്യങ്ങളൊക്കെ കനക നവ്യയുടെ മുമ്പിൽ വിളിച്ച് പറയുകയാണ്.
കനക ഈ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ പോലും നവ്യ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ നവ്യയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ പലരും നിന്നെയും എന്നെയും തമ്മിൽ പിരിക്കാനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും കേട്ട് നീ വിശ്വസിക്കരുത് മോളെ. അതൊക്കെ നമ്മളെ തെറ്റിക്കാനായിട്ട് അവരോരോ കാരണങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. അത് ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ടാണ് നയനെ സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ ഏറ്റെടുത്ത് വളർത്തുന്നതും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എൻ്റെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ അവരിങ്ങനെ നോക്കുവോ എന്നൊക്കെ പറഞ്ഞ് നവ്യയെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആബി. അതുകൊണ്ട് തന്നെ കനക ഈ പറയുന്ന ഒന്നും തന്നെ നവ്യ അങ്ങോട്ടേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നവ്യ കനകയുടെ നേരെ ചൂടാകുകയാണ്. ആദർശനെയും അനിയും ന്യായീകരിച്ചുകൊണ്ടാണല്ലോ അമ്മ സംസാരിക്കുന്നത്. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ? ആദർശം അനിയൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. അതൊക്കെ മൂർത്തിമുത്തച്ഛൻ്റെ സ്വന്തം ചോര തന്നെയാണല്ലോ. എന്നാൽ അബിയുടെ അമ്മയൊന്നും ഈ തറവാട്ടിലെ മക്കളല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവരോട് ഇങ്ങനെയുള്ള വേറുതിരിവുകളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാൻ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ മോഡലിങ്ങിൽ എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ അത് വെച്ചിട്ട് ഞാൻ ആരുടെയും കുടുംബം ഒന്നും താറുമാറാക്കാൻ നോക്കുന്നില്ല. എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ള മാർഗം അത്രയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് അമ്മ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്നൊക്കെ നമ്മുടെ നവ്യ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ടോണ്ട് തന്നെ നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ നയനയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ദേവയാനിയും നയനയും ഒക്കെ ചന്തമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും നവ്യ അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അവസാനം നയനും ദേവയാനിയും കൂടിയിട്ട് പറയുന്നുണ്ട്, അനഘ ഇപ്പോൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിവരങ്ങളൊന്നും തന്നെ അബി അറിയുന്നില്ല. അന്ന് തെളിവൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അബി അനഘയെ കൊല്ലാൻ വരെ നോക്കിയതാ. തലനാരിഴയ്ക്ക് ആ കുട്ടി രക്ഷപ്പെട്ടത്. എന്നാൽ ഇപ്പം ആ കുട്ടിയുടെ ആരോഗ്യത്തിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അറിയാം ആ കുട്ടിയെ ചതിച്ചത് ആരാണെന്നും സ്വന്തമുണ്ട് അച്ഛൻ ആരാണെന്നൊക്കെ ഉള്ളത്. ഞങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയൊക്കെ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നടക്കുന്നത്. ഇതിലെന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ടല്ലേ അവർ ഞങ്ങൾ പറയുന്നതല്ലേ അനുസരിച്ച് ഇവിടെ നിൽക്കുന്നത്. നീ പലപ്പോഴും അവരോട് ചോദിക്കാറുണ്ടല്ലോ, എന്തിനാ ഞങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ നിങ്ങൾ അനുസരിക്കുന്നതെന്നൊക്കെ. അതൊക്കെ അനുസരിക്കുന്നതേ ഈ കാര്യം നീ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നീ അറിഞ്ഞാൽ അതെന്തുമാത്രം വലിയ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെയുള്ളത് അവർക്കറിയാം. ഇപ്പോൾ തന്നെ അവർ ഈ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കാത്തതേ നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. കാരണം നീ ഈ സത്യങ്ങളൊന്നും അറിയാതെ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അബിയുടെ അമ്മയും ചെയ്തു കൂട്ടുന്ന ഒന്നും തന്നെ നീ അറിയുന്നില്ല. നീ വെറും ഒരു പൊട്ടിയാ നവ്യേ. നീ അവനെ ഒരുപാട് വിശ്വസിച്ചു. അവൻ പറഞ്ഞ മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്നത്. എന്നാൽ അവൻ നിന്നെ ഓരോന്ന് പറഞ്ഞ് ചതിക്കുകയാണെന്നൊക്കെയുള്ളത് നീ മനസ്സിലാക്കുന്നേയില്ല. ഞങ്ങൾ പറഞ്ഞ ചിലപ്പോൾ നിനക്ക് വിശ്വാസം ആയിക്കൊള്ളണമെന്നില്ല. നീ നിന്റെ അമ്മായിമ്മയോട് ചോദിക്കേ. നിന്റെ അമ്മായിമ്മയ്ക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാം. ജലജ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ആകുമല്ലോ. അങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിൻ്റെയൊക്കെ തനി സ്വഭാവം നീ ഒന്ന് മനസ്സിലാക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനിയും നയനയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. കനകയും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യ നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ജലജയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും ജലജയ്ക്ക് ഉത്തരവില്ല. ജലജ തല താഴ്ത്തി നിൽക്കുകയാണ്. അവസാനം നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യ അബിയെ എടുത്തിട്ട് കുടയുകയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും അബിയോട് തന്നെ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്. അവസാനം ഉത്തരം മുട്ടുമ്പോഴേക്കും നീ എന്നെ ചതിക്കായിരുന്നു അല്ലേടാ. നിന്നെ വിശ്വസിച്ചാണല്ലോ ഞാൻ ഇത്രയും നാളും ഇവിടെ ജീവിച്ചത്. എന്നെ എൻ്റെ കുഞ്ഞിനെയും നീ ചതിക്കായിരുന്നു അല്ലേ. നിന്നെപ്പോലൊരു പെൺകോന്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചുകൂടാന്നും പറഞ്ഞുകൊണ്ട് തന്നെ അബിയുടെ കരണം തീർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. അങ്ങനെ നവ്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞുവെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും മുത്തശ്ശൻ തന്നെ അബിയെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയാണ്. ഇനി ഈ തറവാട്ടിൽ നീ ഉണ്ടാകാൻ പാടില്ല. നിന്നെ ഈ തറവാട്ടിൽ ഇനി കണ്ടുപോകരുതെന്നും പറഞ്ഞുകൊണ്ട് അബീനെ മുത്തശ്ശൻ അടിച്ചിറക്കുകയാണ്. അങ്ങനെ തീർത്താൽ തീരാത്ത പകയോടെയും ദേഷ്യത്തോടെയൊക്കെയാണ് കേട്ടോ നമ്മുടെ അബി അവിടുന്ന് പടിയിറങ്ങുന്നത്. ഇതിനൊക്കെ ഞാൻ എല്ലാവരോടും പകരം ചോദിച്ചിരിക്കും. അങ്ങനെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ അബി അവിടുന്ന് പോകുന്നതും. അങ്ങനെ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നീ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്നതാണ്. അതുകൊണ്ട് നീ നിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകരുത്. ഇത്രയും നാളും ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിൽ നിന്ന് ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചത് തന്നെ. അതുകൊണ്ട് മോളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. മോളുടെ കുഞ്ഞിൻ്റെയും നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. അബിയുടെ എല്ലാ ദുഷ്ടത്തരങ്ങളും ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്നാലും അബിയോടൊപ്പം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടല്ലേ മോൾ ഇങ്ങോട്ടേക്ക് വന്നേ. അതുകൊണ്ട് മോളുടെ സന്തോഷം ഇല്ലാതാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് മോളുടെ ചേച്ചിയും ആദർശമൊക്കെ ഇത്രയും വലിയ ത്യാഗമൊക്കെ സഹിച്ചത്. അതുകൊണ്ട് മോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടവളല്ല. മോൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണം. മോളുടെ കുഞ്ഞ് അനന്തപുരി തറവാടി വളരേണ്ട കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മോൾ ഇവിടുന്ന് പോകരുതെന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നയനയും അതുപോലെ തന്നെ കനകയും എല്ലാവരും തന്നെ നവ്യയോട് ഇതേ ആവശ്യം പറയുകയാണ് കേട്ടോ. അവസാനം തന്നെ ചതിച്ച അബിയോട് പകരം ചോദിക്കാനായിട്ട് ഈ വീട്ടിൽ തന്നെ മോൾ ഉണ്ടാകണമെന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ നവ്യയോട് പറയുകയാണ്.
അങ്ങനെ തന്നെ ഇത്ര നാളും ചതിച്ച അഭിയും ജലജയും വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ എൻ ജ്വല്ലറിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നവ്യ അവസാനിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എൻ ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ തനിക്ക് താല്പര്യമില്ലാന്ന് തന്നെ നവ്യ പറയുന്നുണ്ട്. എന്നാൽ എൻ ജ്വല്ലറി അബിയുടെ അച്ഛൻ്റെ ജ്വല്ലറിയാണെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നവ്യ അറിയുന്നില്ലല്ലോ. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം നവ്യ ആകെ സങ്കടത്തിലാണ് കേട്ടോ. കാരണം മോഡലിംഗ് ആണല്ലോ നവ്യക്ക് ഇഷ്ടപ്പെട്ട ജോലി. ഇനിയിപ്പോൾ അതിന് പോകാനും പറ്റത്തില്ല. താൻ ഇത്ര നാളും വിശ്വസിച്ചിരുന്ന തൻ്റെ ഭർത്താവ് തന്നെയാണ് തന്നെ ചതിച്ചതെന്നൊക്കെ അറിയുമ്പോഴേക്കും നവ്യ വല്ലാതെ സങ്കടത്തിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും കുഞ്ഞും ഒറ്റപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഇനി ആരുമില്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുമെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന നവ്യയ്ക്ക് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് വിഷമിച്ചിരിക്കുന്ന നവ്യയോട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വന്നിട്ട് പറയുന്നുണ്ട്, നവ്യേ, നീ ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്ന കുട്ടിയാണ്. നിന്നോട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല. അബിയുടെയും ജലജയുടെയും ഒപ്പം കൂടി നീ ഈ കുടുംബത്തിനെതിരായിട്ട് പ്രവർത്തിച്ചപ്പോൾ പോലും അവരുടെ ഭാഗത്തുള്ള തെറ്റുകളൊന്നും മനസ്സിലാക്കാതെയാണല്ലോ മോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ മോള് മനസ്സിലാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഈ കുടുംബം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ മോള് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മോളുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ ഓർത്ത് ഇനി വിഷമിക്കണ്ട. ഇനി അങ്ങോട്ടേക്ക് മോളുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ മോൾക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്ത് മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞങ്ങളും കൂടെ ബാധ്യസ്ഥരാണ്. മോൾക്ക് ജലജയുടെ കാര്യങ്ങൾ അറിയാമല്ലോ. ജലജയെ ഞങ്ങൾ ദത്തെടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം മോളെപ്പോലെ ഞങ്ങൾ അവളെ വളർത്തിയിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ജലജ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചിന്തിച്ചത്. അതുപോലെ തന്നെ അവൾ അവളുടെ മക്കളെയും വളർത്തി വലുതാക്കി. ഇപ്പോൾ അവർ കാരണമാണ് ഈ തറവാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ഞങ്ങളുടെ കാലശേഷം ഈ സ്വത്തുക്കളെല്ലാം തന്നെ എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജലജയ്ക്ക് ഞങ്ങൾ എന്തൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം അവകാശി ഇന്ന് തൊട്ട് മോളുടെ കുഞ്ഞുമായിരിക്കും. ഇക്കാര്യം മോള് വേറെ ആരെയും അറിയിക്കേണ്ട. പലപ്പോഴായിട്ട് മോളോട് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഈ കുടുംബത്തിനകത്തൊരു കലഹം ഉണ്ടാക്കി സ്വത്തുകളൊക്കെ വീതം വയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവളും അവളുടെ മക്കളും കൂടി കിടന്ന് ഈ വക കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു. എൻ്റെ കഷ്ടപ്പാടും കഠിനാധ്വാനം കൊണ്ടാണ് ഞാൻ ഈ സാമ്രാജ്യം ഇത്രത്തോളം വലുതാക്കിയത്. അത് അർഹിക്കാത്തവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല മോളെ. അതുകൊണ്ട് ജലജയ്ക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഞാൻ മോളുടെ പേരിൽ എഴുതുകയാണ്. അർഹതയില്ലാത്തവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരെങ്ങനെയാന്ന് വെച്ചാൽ ജീവിച്ചോളും. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും മോൾ ഈ കാര്യം ഇപ്പം ആരോടും പറയാൻ നിൽക്കേണ്ട. സമയമാകുമ്പോൾ എല്ലാവരും അറിഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു രേഖകളെല്ലാം തന്നെ നവ്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശി. അങ്ങനെ നവ്യനെ അനന്തപുരി തറവാട്ടിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള എല്ലാ വഴികളും മുത്തശ്ശനും മുത്തശ്ശിയും നോക്കുന്നുണ്ട്. നവ്യ ഇപ്പം ഹാപ്പിയാണ്. മുത്തശ്ശിയുടെയും മനസ്സിലെ നന്മ നവ്യ തിരിച്ചറിയുകയാണ്. തന്നെയും തൻ്റെ കുഞ്ഞിനോടും ഇവർ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ നവ്യ ആ നിമിഷമാണ് കേട്ടോ തിരിച്ചറിയുന്നത്. അങ്ങനെ നവ്യ അനന്തപുരി തന്നെ നിൽക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലോടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്